بسم الله الرحمن الرحيم نحن نقص عليك أحسن القصص بما أوحينا إليك هذا القرآن وإن كنت من قبله لمن الغافلين. ഇസ്ലാമിക സാഹിത്യ രംഗത്ത് വ്യക്തമായ കയ്യൊപ്പ് ചാർത്തി പ്രസാധന രംഗത്ത് മുന്നേറ്റത്തിന്റെ പുതിയ ചുവടുകളുമായി ബദർ പബ്ലിക്കേഷൻസ്. ഇസ്ലാമിക സംസ്കാരവും ചരിത്ര സ്മൃതിയും ഉറങ്ങിക്കിടക്കുന്ന മക്കയിലേക്ക് ബദർ ഉംറ ഗ്രൂപ്പ്. ബിസിനസ് രംഗത്ത് കാലിക കാഴ്ചപ്പാടുകളുമായി ബദർ പബ്ലിക്കേഷൻസ്, കോഴിക്കോട് 4. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുക BadarPublications.com. ബന്ധപ്പെടുക സുന്നി കൈരളിയുടെ മനസ്സറിഞ്ഞവർ, ബദർ പബ്ലിക്കേഷൻസ്, മർക്കസ് കോംപ്ലക്സ് അനെക്സ്, കോഴിക്കോട് 4. ഫോൺ 04952723 439 9249946233 9048128414. ഞങ്ങളുടെ ഓൺലൈൻ വിലാസം www.badar313.com. ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وجاءت سيارة فأرسلوا واردهم فأدلى دلوه قال يا بشرى هذا غلام وأسروه بضاعة والله عليم بما يعملون. وشروه بثمن بخس دراهم معدودة وكانوا فيه من الزاهدين. وقال الذي اشتراه من مصر لامرأته أكرمي مثواه عسى أن ينفعنا أو نتخذه ولدا وكذلك مكنا ليوسف في الأرض ولنعلمه من تأويل الأحاديث والله غالب على أمره ولكن أكثر الناس لا يعلمون. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وقد قال سيدنا محمد صلى الله عليه وسلم نعمتان معبون فيهما كثير من الناس الصحة والفراغ. صلى الإله على ابن آمنة الذي جاءت به سمح اليدين كريما لا كان جبارا ولا متكبرا بل كان برا بالعباد رحيما. صلوا عليه وسلموا تسليما. ആദരണീയരായ സയ്യിദ് ജമലുലൈലി തങ്ങൾ അവറുകളെ, പണ്ഡിതന്മാരെ, കാരണവന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നാട്ടുകാർ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അമ്പിയാക്കളുടെ ബറക്കത്തുകൊണ്ട് നമ്മുടെ ഈ മജ്ലിസ് അവൻ പൊരുത്തപ്പെട്ട സദസ്സുകളിൽ ഉൾപ്പെടുത്തി സ്വീകരിക്കുമാറാകട്ടെ. അവരോടൊന്നിച്ച് നാളെ കുടുംബസമേതം സ്വർഗ്ഗലോകത്ത്
നമ്മെ എല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. സയ്യിദുന നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഐതിഹാസികമായ ചരിത്രത്തിൽ നിന്ന് ചെറിയൊരു ഭാഗമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പരാമർശിച്ചത്. സത്യം തെളിയിച്ച ചെന്നായ എന്ന പേരിലാണ് ഇന്നലെ നാം വിഷയം കേട്ടത്. ഇന്ന് കൈമുറിഞ്ഞ സുന്ദരികൾ എന്ന പേരിലാണ് വിഷയം നിങ്ങളോട് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആമുഖമായി കൂടുതലൊന്നും പറയാതെ നേരിട്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തൻ്റെ ചെറിയ 2 മക്കളോട് മാതാവ് മരണപ്പെട്ടതിൻ്റെ പേരിൽ വല്ലാത്ത സ്നേഹമുണ്ടാകുകയും ഉമ്മയില്ലാത്ത വേദന മക്കളെ അറിയിക്കാതെ അവരെ പരിലാളിക്കുകയും ചെയ്തത് തങ്ങളോടുള്ള അവഗണനയാണെന്ന് തെറ്റിദ്ധരിച്ച ബാക്കിയുള്ള മക്കൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അസൂയ വെക്കുകയും ആഴമേറിയ കിണറിൽ എറിയുന്നിടത്തേക്ക് വരെ ആ അസൂയ എത്തിച്ചേരുകയും ചെയ്തതാണ് ഇന്നലെ നമ്മൾ പരാമർശിച്ചത്. കിണറിന്റെ ആഴിയിൽ കിടക്കുന്ന യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ തുടർന്നുള്ള 2 ദിവസങ്ങളിലും തന്റെ ജ്യേഷ്ഠന്മാർ വന്ന് സന്ദർശിച്ചു. മറ്റുള്ളവർ കാണാതെ മൂത്ത ജ്യേഷ്ഠനായ യഹൂദ കിണറിലേക്ക് ആഹാരം എറിഞ്ഞുകൊടുക്കുകയും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അത് ഭക്ഷിക്കുകയും ചെയ്തു. ഒരു രാത്രി കൂടി ആ കിണറിന്റെ ഇരുട്ടറയിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം താമസിച്ചു. 3 ദിവസം കഴിഞ്ഞപ്പോൾ പിറ്റേന്നും ഇക്കാക്കമാർ ആടിനെയുമായി വന്നപ്പോൾ ആ കിണറിന്റെ സമീപത്ത് വന്ന് യഹൂദ യൂസുഫിനെ വിളിച്ചപ്പോൾ പ്രതികരണമുണ്ടായില്ല. ഉടനെ തന്നെ മറ്റുള്ള സഹോദരങ്ങളോട് പറഞ്ഞു, യൂസുഫിന്റെ യാതൊരു പ്രതികരണവും കാണുന്നില്ല, കേൾക്കുന്നില്ല, ഉടനെ നമ്മൾ ഒരു അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞപ്പോൾ അവരതാ പരിസരത്ത് പരിധിയ സമയത്ത് ഒരു സംഘം യാത്രക്കാരെ കാണുകയാണ്. ആ യാത്രക്കാർ മദിയൻ എന്ന നാട്ടിൽ നിന്ന് മിസ്റിലേക്ക്, ഈജിപ്തിലേക്ക് കച്ചവടത്തിന് വേണ്ടി പോകുന്ന യാത്രാസംഘമാണ്. മാലിക് ബിനു ദർഉൽ ഖുസാഇ എന്ന് പറയുന്ന കച്ചവടക്കാരന്റെ സംഘമാണ് അവിടെ തമ്പടിച്ചിരിക്കുന്നത്. ആ സംഘത്തെ അവര് സമീപിച്ചപ്പോൾ അതാ അവരുടെ കൊച്ചനുജനെ ഈ സംഘത്തിന്റെ കൂടെ അവർ കാണുകയാണ്. ആ രംഗത്തെ സംബന്ധിച്ച് അല്ലാഹു തആല പറയുന്നത്, വജാഅത് സയ്യാറത്തും ഫഅർസലൂ വാരിദഹും ഫഅദ്ലാ ദൽവഹ. യൂസുഫ് അലൈഹിസ്സലാം കിണറിന്റെ ആഴിയിൽ കഴിയവേ ഒരു കച്ചവട സംഘം അതുവഴി കടന്നുപോയി. മാലിക് ബിൻ ദർഉൽ ഖുസാഇയുടെ സംഘം ഈ കിണറിന്റെ സമീപത്ത് തമ്പടിച്ചപ്പോൾ അവർക്ക് വെള്ളത്തിന്റെ ആവശ്യം വന്നു. സംഘത്തലവൻ ഒരടിമയെ വെള്ളമന്വേഷിച്ചു വിട്ടു. അങ്ങനെ അല്ലാഹു പറയുന്നു, വെള്ളം തേടി വന്ന ആൾ കണ്ട കിണറിലേക്ക് തന്റെ ബക്കറ്റ് കയറും കെട്ടി താഴ്ത്തുകയാണ്. കയറങ്ങ് താഴ്ത്തിയപ്പോഴതാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നേരത്തെ തന്നെ വന്ന് യൂസുഫ് നബിയോട് സന്തോഷ വാർത്ത അറിയിച്ചിരുന്നു, ഇന്ന് നിങ്ങൾ കിണറിൽ നിന്ന് ഉയർത്തപ്പെടും, എന്നാൽ പിന്നീടുണ്ടാകുന്നത് നിങ്ങളെ ചന്തയിൽ വിൽക്കപ്പെടുന്ന സ്ഥിതിയാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരുങ്ങി നിന്നു. നേരെ താഴ്ഭാഗത്തേക്ക് ഒരു ബക്കറ്റും കയറും ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ
ഉടനെ തന്നെ ആ കയറിൽ കയറി പിടിച്ചു. വലിയ ഭാരം തോന്നുന്നുണ്ട്. മുകളിൽ വെള്ളം വലിക്കുന്ന ആള് കുറെ അങ്ങ് വലിച്ചു കയറ്റിയപ്പോഴതാ അദ്ദേഹം എന്താണ് എന്റെ ബക്കറ്റിൽ കുടുങ്ങിയതെന്നറിയാനെന്ന് നോക്കുമ്പോൾ കാണുന്നത് ഒരു ചന്ദ്രനെ പോലെ കത്തിത്തിളങ്ങുന്ന ഒരു കുട്ടിയുടെ മുഖമാണ്. ഉടനെ അദ്ദേഹം വിളിച്ചു പറഞ്ഞുപോയി, മഹാത്ഭുതമേ, സന്തോഷമേ, ഇതാ ഒരു ചെറുപ്പക്കാരനായ കുട്ടി, വല്ലാത്തൊരത്ഭുത ബാലനിതാ എന്റെ ബക്കറ്റിൽ കുടുങ്ങിയിരിക്കുന്നു. അത്ഭുതത്തോടുകൂടി ആ കുട്ടിയെ കരക്കേക്ക് വലിച്ചു കയറ്റിക്കൊണ്ടതാ തന്റെ യജമാനന്റെ മുമ്പിലേക്ക് ഈ അടിമ സമർപ്പിച്ചു കാണിച്ചു കൊടുക്കുന്നു. യജമാനനും അത്ഭുതമായി. ആ കുട്ടിയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി ഇവരൊക്കെ പകച്ചു നിൽക്കുമ്പോഴാണ് അന്വേഷിച്ച് ഇറങ്ങിയ ഇക്കാക്കമാർ തങ്ങളുടെ കൊച്ചനുജനെ ഈ കച്ചവട സംഘത്തിന്റെ കൂടെ കാണുന്നത്. ഉടനെ അവരതാ അവിടെ ചെന്നു. എന്താണ് ഇക്കാക്കമാര് അവിടെ പ്രതികരിച്ചത്? വാസറൂഹു ബിളാഅതൻ വല്ലാഹു അലീമും ബിമാ യഅമലൂൻ. ഈ യൂസുഫ് എന്ന് പറയുന്ന കുട്ടിയെ തങ്ങളുടെ അനുജനാണെന്ന് പരിചയപ്പെടുത്താതെ, തങ്ങളുടെ പിതാവിന്റെ മകനാണെന്ന് പരിചയപ്പെടുത്താതെ അവരവിടെ ചെന്ന് പറയുന്നത് എന്താണ്? ഇത് ഞങ്ങളെ വീട്ടിലൊരടിമയാണ്, ഇത് ഞങ്ങളെ വീട്ടിലൊരടിമയാണ്. പക്ഷേ കച്ചവടക്കാര് പറഞ്ഞു ഇദ്ദേഹം അടിമയാകാൻ ഒരു സാധ്യതയും ഇല്ല. അവര് പറഞ്ഞു അല്ല, അടിമ തന്നെയാണ്. ഇവന്റെ ഉമ്മ വലിയ സൗന്ദര്യമുള്ള പെണ്ണായിരുന്നു, അങ്ങനെയാണ് ഇവൻ ഈ സൗന്ദര്യം കിട്ടിയത്. പക്ഷേ അവരേതായാലും ഇവര് പറഞ്ഞു, യൂസുഫ് അലൈഹിസ്സലാമിന്റെ മുഖത്ത് നോക്കി കാക്കമാര് ഭീഷണിപ്പെടുത്തി, ഞങ്ങൾ പറയുന്നതിനെ എതിർത്തുകൊണ്ട് വല്ലതും നീ പ്രതികരിച്ചാൽ നിന്നെ കൊന്നുകളയും. അതുകൊണ്ട് യൂസുഫ് അലൈഹിസ്സലാം ഇക്കാക്കമാര് പ്രതികരിച്ചപ്പോൾ അതിനെതിരെ ഒന്നും പറയാതെ അത് മൗനം അവലംബിക്കുകയാണ്. അതിനെ സംബന്ധിച്ചാണ് അല്ലാഹു പറഞ്ഞത്, യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കാര്യം അവർ രഹസ്യമാക്കി വെച്ചു. ഒരടിമയാണെന്ന് പരിചയപ്പെടുത്തിയിട്ട് ബിളാഅത്തൻ, ഒരു കച്ചവട ചരക്കാക്കി അവിടെ. ഇനി നമുക്ക് യൂസുഫിനെ വിറ്റുകളയാം, അതിന്റെ കാശും കൂടി നമുക്ക് വാങ്ങാലോ. വല്ലാത്തൊരു ഗൂഢാലോചന. അല്ലാഹു ഉടനെ തന്നെ പറഞ്ഞു, വല്ലാഹു അലീമും ബിമാ യഅമലൂൻ. അവരെ ആ പ്രവർത്തനത്തെ സംബന്ധിച്ച് അല്ലാഹു നല്ല വിവരമുള്ളവനാണ്. അതിന്റെ തിക്തഫലം അവരനുഭവിക്കേണ്ടി വരും. ഇത് അല്ലാഹു അറിഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു അതിനെ സംബന്ധിച്ച് പറയുകയും ചെയ്തു. അങ്ങനെ ഈ അടിമ ഓടിപ്പോയ അടിമയാണ്. അദ്ദേഹത്തെ ഞങ്ങൾ വിൽക്കാം, ഞങ്ങൾക്ക് അതിന് വിരോധമൊന്നുമില്ല. എന്നാൽ നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾക്ക് പ്രത്യേകം പറയാനുണ്ട്. ഈ അടിമയെ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഒരു കാരണവശാലും അവന്റെ കൈ നിങ്ങൾ മിസ്റിൽ എത്തുന്നത് വരെ കെട്ടയച്ചു വിടാൻ പാടില്ല. കൈക്ക് ആമം വെച്ചിരിക്കണം. അവൻ വലിയ കുതന്ത്രം പ്രയോഗിക്കുന്നവനാണ്, ഒളിച്ചോടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് അതൊരു കരാറായി എഴുതിയെങ്കിൽ മാത്രമേ ഞങ്ങൾ അവനെ നിങ്ങൾക്ക് വിൽക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സംബന്ധിച്ച് പറഞ്ഞു, വശറൗഹു ബിസമനിൻ ബഖ്സിൻ ദറാഹിമ മഅദൂദ വകാനൂ ഫീഹി മിനസ്സാഹിദീൻ. അതാ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവർ വിൽപ്പന നടത്തി. എങ്ങനെയാണ് വിൽക്കുന്നത്? വശറൗഹു ബിസമനിൻ ബഖ്സിൻ, ഹറാമായ അല്ലെങ്കിൽ തുച്ഛമായ ഒരു വിലക്കാണ് അവർ വിൽക്കുന്നത്. ദറാഹിമ മഅദൂദ, എണ്ണപ്പെട്ട തുച്ഛമായ വിലക്ക് തങ്ങളുടെ അനുജൻ അവർ വിൽക്കുകയാണ്. എന്താ ഇത്ര സൗന്ദര്യമുള്ള, എത്ര വില പറഞ്ഞാലും എടുക്കാൻ ആളുകളുള്ള ഈ കുട്ടിയെ തുച്ഛമായ വിലക്ക് വിൽക്കാനുള്ള കാരണം വകാനൂ ഫീഹി മിനസ്സാഹിദീൻ, യൂസുഫിനെ അവർക്ക് ആവശ്യമുണ്ടായിരുന്നില്ല. അങ്ങനല്ലേ, നമ്മൾ ആവശ്യമില്ലാത്ത ചരക്ക് അത് ഇരുമ്പുകൾക്ക് തൂക്കി വിറ്റാളാന്ന് പറയലുണ്ടല്ലോ. എന്ന മാതിരി ഇത് നമുക്ക് വേണ്ടാത്ത കുട്ടിയാണ്, അവർക്ക് ആവശ്യമല്ല. എങ്ങനെയെങ്കിലും ഈ നാട്ടിൽ നിന്ന് ഒന്ന് നാട് കടത്തി കിട്ടണം, ഇത് മാത്രമേ ലക്ഷ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു വലിയ വിലയൊന്നും പറയാതെ വിരലിലെണ്ണാവുന്ന നാണയത്തുട്ടുകൾക്ക് സ്വന്തം അനുജനെ അങ്ങ് വിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഈ വില എത്രയാണ്?
മഹാനായന്മാരായ പണ്ഡിതന്മാര് പറയുന്നു 20 ദിർഹമിനാണ് ഇവരിത് വിറ്റത്. 10 ഇക്കാക്കമാർക്കും ഈ 2 ദിർഹം വീതം വീതിച്ചെടുക്കുകയാണ് അനുജന വിറ്റ കാശ്. ഇതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ബിസമനിൻ ബഖ്സിൻ, ഹറാമായ പണത്തിന് വിറ്റു. അതുതന്നെ ദറാഹിമ മഅദൂദ, തുച്ഛമായ ഒരു ചില്ലിക്കാശിനാണ് തങ്ങളുടെ അനുജനെ ഇക്കാക്കമാര് വിറ്റുകളഞ്ഞത്. അങ്ങനെ കരാർ എഴുതി, നിങ്ങൾ ഈജിപ്തിലെത്തുന്നത് വരെ ഇവന്റെ കെട്ടഴിച്ചു വിടാൻ പാടില്ല, ഇവൻ ഓടി രക്ഷപ്പെടും. ഇവരെ ലക്ഷ്യം എന്താ? എങ്ങനെയെങ്കിലും നമ്മളെ നാട്ടിൽ നിന്ന് വേറൊരു രാഷ്ട്രത്തിലേക്ക് ഇവനെ കടത്തിവിടുക എന്നതാണോ? അങ്ങനെ മാലിക് എന്ന് പറയുന്ന കച്ചവടക്കാരൻ സന്തോഷത്തോടുകൂടി 20 ദിർഹം കൊടുത്ത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വാങ്ങി കൈക്ക് ആമം വെച്ചു. അവരതാ ഈജിപ്തിലേക്ക് യാത്ര പോകുകയാണ്. ഈജിപ്തിലെത്തുന്നതിന് മുമ്പ് നമുക്ക് അന്നത്തെ ഈജിപ്ത് ഒന്ന് പരിചയപ്പെടണം. അന്നത്തെ ഈജിപ്തിൽ അമാലിഖ് എന്ന് പറയുന്ന വംശത്തിന്റെ ഭരണമാണ്. ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് വലീദ് ബിൻ റയ്യാൻ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹമാണ് അവിടുത്തെ രാജാവ്. ആ റയ്യാൻ ബിൻ വലീദ് എന്ന രാജാവ്, ആ രാജാക്കന്മാർക്ക് പഴയകാലത്ത് ഈജിപ്തിൽ വിളിക്കപ്പെടുന്ന പേരാണ് ഫറോവമാർ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തുണ്ടായിരുന്ന ഫിർഔന്റെ പൂർവികനാണ് ഈ പറഞ്ഞ റയ്യാൻ ബിൻ വലീദ് എന്ന് പറയുന്ന ഭരണാധികാരി. അദ്ദേഹമാണെന്ന് ഈജിപ്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഭരണത്തിലെ പ്രധാനപ്പെട്ട സ്ഥാനം അലങ്കരിക്കുന്ന മറ്റൊരാളുണ്ട്, ഖിത്ഫീർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹമാണ് ധനഭക്ഷ്യകാര്യ വകുപ്പ് മന്ത്രി. അന്നത്തെ ഏറ്റവും വലിയ വകുപ്പതാണ്. രാജാവ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്ഥാനം, ഈ ഭരണത്തിൽ ഭക്ഷ്യ ധനകാര്യ വകുപ്പ് മന്ത്രിക്കാണ്. അദ്ദേഹത്തിന്റെ വിളിപ്പേരാണ് അൽ അസീസ്. രാജാവിനെ ഫിർഔൻ എന്ന് വിളിക്കുന്നത് പോലെ ധനമന്ത്രിയെ അൽ അസീസ് എന്നാണ് വിളിക്കുക. അങ്ങനെ അവർ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ അസീസിന് ഒരു ഇണയുണ്ട്. ആരാണവൾ? അതാ മൊറോക്കോയിലെ തൈമൂസ് രാജാവ് എന്ന് പറയുന്ന വലിയൊരു ചക്രവർത്തിയുണ്ട്. ആ തൈമൂസ് രാജാവിന്റെ വീട്ടിൽ അവരുടെ മകൾ പ്രായപൂർത്തിയോടടുത്തിരിക്കുകയാണ്. പല ഭാഗത്തുനിന്നും വിവാഹാലോചനകൾ വന്നുകൊണ്ടിരിക്കുന്നു. നല്ല ഒരു ബന്ധത്തിനു വേണ്ടി മാതാപിതാക്കളും കൊട്ടാരത്തിലുള്ളവരും നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കെ ഒരു ദിവസം മൊറോക്കോയിലെ തൈമൂസ് രാജാവിന്റെ പുത്രി ഒരു സ്വപ്നം കാണുകയാണ്. എന്താണ് അവർ കാണുന്ന സ്വപ്നം? ചന്ദ്രനെ വെല്ലുന്ന സൗന്ദര്യമുള്ള ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹമാണ് ഈ പെൺകുട്ടിയുടെ സമീപത്തേക്ക് വരുന്നത്. അവളെ കണ്ടപ്പോൾ പുഞ്ചിരിക്കുകയും അവളോട് സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതായി സ്വപ്നത്തിൽ കാണുന്നു. ഈ സ്വപ്നം കണ്ടവൾ ഞെട്ടി ഉണരുന്നു. ഇതോടെ അവളുടെ മനസ്സിൽ വല്ലാത്തൊരു താല്പര്യം. താൻ സ്വപ്നത്തിൽ കണ്ട ആളെയായിരിക്കണം തനിക്ക് ഭർത്താവായി ലഭിക്കേണ്ടത്. അതുകൊണ്ട് മാതാപിതാക്കളോട് ഇതെങ്ങനെ പറയും? പറയാനും നിവൃത്തിയില്ല. എന്നാൽ ഇതൊരു തരത്തിലുള്ള മാനസിക അസ്വസ്ഥതയിലേക്ക് ഈ പെൺകുട്ടിയെ നയിച്ചു. അവൾക്ക് ഭക്ഷണത്തോട് വിരക്തി, ഒരു കളിയും തമാശയുമില്ല. വീട്ടിലെല്ലാവർക്കും ദുഃഖമായി, മാതാപിതാക്കൾക്ക് വലിയ സങ്കടമായി. തോഴിമാരെ വിട്ട് അവർ പലതും അന്വേഷിച്ചു, ആർക്കും മറുപടി കിട്ടിയില്ല. അവസാനം ഉമ്മ തന്നെ അടുത്തേക്ക് വിളിച്ച് സ്നേഹത്തോടെ ചോദിച്ചു, മകളെ, എന്താണ് നിന്റെ ആവശ്യം? എന്താ നിനക്ക് വേണ്ടത്? നീ പറഞ്ഞു, അതൊക്കെ സാധിപ്പിച്ചു തരാൻ നിന്റെ ഉപ്പ തയ്യാറാണ്. നിരന്തരമായ ചോദ്യം ചെയ്യൽ ഒടുവിൽ അവർ പറഞ്ഞു, ഞാനിതാ സ്വപ്നത്തിൽ സുമുഖനായ ഒരു ചെറുപ്പക്കാരനെ കാണാൻ തുടങ്ങി. അദ്ദേഹമായിരിക്കണം എന്റെ ഭർത്താവ് എന്നതാണ് എന്റെ ആവശ്യം. സുബ്ഹാനല്ലാഹ്, എന്ത് ചെയ്യാൻ? ഉണർവിൽ എവിടെങ്കിലും കണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഏതെങ്കിലും കോലത്തിൽ അന്വേഷിച്ച് കണ്ടെത്താം. ഇത് ഉറക്കത്ത് കണ്ട ഒരാളെ പുതിയാപ്പിളയാക്കി കെട്ടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഉമ്മയും ബാപ്പയും കുഴങ്ങുന്നുള്ള കാര്യം ഉറപ്പല്ലേ? അങ്ങനെ എന്തു ചെയ്തു? മകളെ സമാധാനിപ്പിക്കാൻ വേണ്ടി മകളെ വിളിച്ചിട്ട് രണ്ടുപേരും പറഞ്ഞു, മോളെ, നീ ധൈര്യമായിരിക്കും, നമുക്ക് അന്വേഷിക്കാം. എങ്ങനെയെങ്കിലും ഞങ്ങൾ കണ്ടെത്തി നിനക്ക് അയാളെ ഭർത്താവാക്കി ഞങ്ങൾ തരും. അതുവരെ നീ നന്നായി ഭക്ഷണം കഴിക്കും, നീ ക്ഷീണിച്ച് തടി മെലിഞ്ഞു പോകാൻ പാടില്ല. അങ്ങനെ ഈ പെൺകുട്ടി കാത്തിരിക്കുകയാണ്. അടുത്ത ദിവസവും അതാ അവൾ
സുഷുപ്തിയിലേക്ക് ഊളിയിട്ടിറങ്ങിയ നേരത്ത് മറ്റൊരു കിനാവ് കൂടി കാണുന്നു. ദിവസങ്ങളായി തന്നെ സ്വപ്നത്തിൽ വന്ന് വിളിക്കുന്ന, സ്നേഹം കാണിക്കുന്ന അതേ ചെറുപ്പക്കാരനെ തന്നെ സ്വപ്നത്തിൽ കാണുന്നു. ഇത്തവണ ഈ പെൺകുട്ടി ചോദിച്ചു, നിങ്ങളാരാണ്? ഉടനെ മറുപടി ഉണ്ടായി, ഞാനാണ് ഈജിപ്തിലെ അസീസ് എന്ന് പറയുന്ന മന്ത്രി. ഇത് കേട്ടതോടെ അവൾ സന്തോഷത്തോടെ തുള്ളിച്ചാടി. ഒരു രാജകുടുംബത്തിന് യോജിച്ച ഭർത്താവ് തന്നെയാണ് ഞാൻ നിരന്തരമായി സ്വപ്നത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൈമൂസ് രാജാവിനോട് വിവരം പറഞ്ഞു. അദ്ദേഹം ആളെ വിട്ടു. അവർക്കും വലിയ സന്തോഷമായി. ഈജിപ്തിലെ ഭക്ഷ്യകാര്യ വകുപ്പ് മന്ത്രിയായ ഖിത്ഫൂർ എന്ന് പറയുന്ന ആളാണ് അന്ന് അൽ അസീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന മന്ത്രി. ഉടനെ തന്നെ അന്വേഷണങ്ങളൊക്കെ പൂർത്തിയാക്കി വിവാഹവും നടത്തിക്കൊടുത്തു. അങ്ങനെ അവിടുത്തെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ ഭാര്യയായി തൈമൂസ് രാജാവിന്റെ മകള് വരുന്നു. അവൾ ആരാണെന്നല്ലേ? അതാണ് ബീവി സലീഹ. അതാണ് ഈജിപ്തിലെ ഭക്ഷ്യകാര്യ വകുപ്പ് മന്ത്രിയുടെ ഭാര്യയായി വന്ന പെൺകുട്ടി. എന്നാൽ ഭർത്താവിനെ ഈ സഹോദരി ആദ്യമായി കണ്ടപാട് തന്നെ അവളൊന്ന് ഞെട്ടി. കാരണം ഇന്നുവരെ സ്വപ്നത്തിൽ അവൾ കണ്ട ഈജിപ്തിലെ അൽ അസീസാണ് എന്ന് പരിചയപ്പെടുത്തിയ ആ വ്യക്തിയെ അല്ല നേരിട്ട് തന്റെ ഭർത്താവിനെ കണ്ടപ്പോൾ അവൾക്ക് ബോധ്യമായി. അപ്പോൾ തന്നെ പലതരത്തിലുള്ള കോപ്രായങ്ങൾ കാണിച്ചെങ്കിലും തോഴിമാരിടപെട്ട് ക്ഷമിക്കാനും പൊറുക്കാനും സഹിക്കാനും പറഞ്ഞതനുസരിച്ച് വളരെ ബുദ്ധിമതിയാണ് സലീഹ എന്ന പെൺകുട്ടി. അവസാനം അവൾ ക്ഷമിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവളും കൊട്ടാരത്തിൽ കഴിയുകയാണ്. രാജാവ് നല്ല ഭരണം നടത്തുകയാണ്. ആ ഈജിപ്തിലേക്കാണ് കച്ചവടത്തിന് വേണ്ടി മാലിക് ഇബ്നു ദർഉൽ ഖുസായിയുടെ സംഘം പുറപ്പെടുന്നത്. ഈ യാത്ര തുടർന്നുകൊണ്ടിരിക്കെ ഈജിപ്തിന്റെ തൊട്ട് സമീപത്തുള്ള ഒരു പ്രദേശം, ആ പ്രദേശമാണ് ബുഹൈസാൻ എന്ന് പറയുന്ന സ്ഥലം. ബുഹൈസാനിൽ ഒരു ഗവർണറുണ്ട്. ആ ഗവർണർ അടുത്തിടെയായ ഒരു സ്വപ്നം കണ്ടു. എന്താണ് കണ്ടത്? നാളെ കാലത്ത് നമ്മുടെ പട്ടണത്തിലൂടെ ഒരു പ്രധാനപ്പെട്ട അതിഥി കടന്നു വരുന്നുണ്ട്, അദ്ദേഹത്തെ ഒന്ന് നന്നായി സ്വീകരിക്കണം. ഇതാണ് സ്വപ്നം. ആ സ്വപ്നമനുസരിച്ച് ബുഹൈസാനിലെ രാജാവ് പ്രജകളെ മുഴുവനും വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ആ സ്വപ്നം സത്യമാകാനാണ് സാധ്യത, നമുക്ക് ആ അതിഥി ഒന്ന് വരവേൽക്കണം. അങ്ങനെ പരിവാരങ്ങളോടൊന്നിച്ച് വഴികളിലേക്ക് അതാ ആയിരക്കണക്കിന് ആളുകൾ ഇറങ്ങി നിൽക്കുന്നു. മാലിക് തന്റെ അടിമയെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കയ്യാമം അഴിച്ച് നല്ല ഉടയാടുകൾ ധരിപ്പിച്ച് തലയിൽ ഒരു കിരീടമൊക്കെ ചാർത്തിയതാ പൂർണ്ണ സൗന്ദര്യത്തോടുകൂടെ ഈ പട്ടണത്തിലേക്ക് അങ്ങ് കടത്തിയപ്പോൾ സ്വീകരിക്കാൻ ആയിരക്കണക്കിന് ആളുകളാണ്. ഈ സൗന്ദര്യത്തിന്റെ പ്രതിരൂപത്തെ ഒരു നോക്ക് കാണാൻ 10,000 തടിച്ചുകൂടിക്കൊണ്ടിരിക്കുകയാണ്. കേട്ടറിഞ്ഞ് പിന്നെയും ആളുകൾ ഒഴുകുകയാണ്. ആ രാജാവ് ഗവർണർ ഒരു നല്ല സദ്യ നൽകി യൂസുഫ് അലൈഹി സ്വലാമിന് പുതിയ വസ്ത്രങ്ങളൊക്കെ കൊടുത്തു. അങ്ങനെ സന്തോഷകരമായി ഈജിപ്തിലേക്ക് ഇവർ കടന്നു ചെല്ലുന്നു. അങ്ങനെ ഈജിപ്തിന്റെ പ്രധാന വീതിയിൽ ടെന്റ് കെട്ടി യാത്രാസംഘം അതാ മാലിക് തീരുമാനിച്ചു, ഈ അടിമയ്ക്ക് ഇവിടെ നല്ല വില കിട്ടാൻ സാധ്യതയുണ്ട്. എല്ലാവരും കേട്ടറിഞ്ഞ് ഒരു നോക്ക് കാണാൻ വരുന്ന അടിമയാണ്, ഇതിനെ നമ്മൾക്ക് നല്ല വിലക്ക് വിറ്റ് വലിയ പണമുണ്ടാക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം അതാ പരസ്യപ്പെടുത്തി, എന്റെ ഈ അടിമയെ വിൽക്കാൻ പോകുകയാണ്. ഈ പരസ്യം കേട്ടതോടുകൂടി ഈജിപ്ത് പട്ടണത്തിൽ ആയിരക്കണക്കായ ആളുകൾ, സമ്പന്നരും ഇടത്തരക്കാരും വലിയ വലിയ കോടീശ്വരന്മാരുമൊക്കെ പണവുമായി വന്ന് കാത്തു നിൽക്കുകയാണ്. ഈ ചെറുപ്പക്കാരനെ എങ്ങനെങ്കിലും പണം കൊടുത്തു വാങ്ങണം. ആളുകളുടെ തിക്കും തിരക്കും കണ്ടപ്പോൾ മാലിക് തീരുമാനിച്ചു, ഞാൻ അങ്ങനെ വില പറയുന്നില്ല, ലേലം വിളിക്കാൻ, വേണ്ടോലെടുത്തോട്ടെ. അങ്ങനെ ഒരാൾ 1000 ദീനാർ, രണ്ടാമത്തെ ആള് 10,000, മൂന്നാമൻ 1,00,000. അങ്ങനെ ചെറിയ ചെറിയ പണക്കാരൊക്കെ ഊഴം കഴിഞ്ഞു. പിന്നെ വലിയ വലിയ സമ്പന്നരുടെ മത്സരമാണ് നടക്കുന്നത്. ഈ മത്സരം തുടരുകയാണ്. ആ മത്സരം നടക്കുന്ന വേദിയിലേക്ക് അതാ സലീഹ തന്റെ ഭർത്താവായ അസീസ് മന്ത്രിയെ വിളിച്ചു പറഞ്ഞു, നമ്മൾ ഇങ്ങനെ ഒരു വാർത്ത കേട്ടല്ലോ, പട്ടണത്തിൽ സുന്ദരനായ ഒരു അടിമ വന്നിട്ടുണ്ട്, നമുക്കൊന്ന് പോയി നോക്കിക്കൂടെ, ഒന്ന് കണ്ടുകൂടെ?
ആ അടിമയെ പറ്റുമെങ്കിൽ വാങ്ങിയാൽ അത് നമുക്കൊരു അഭിമാനമാണല്ലോ, നമ്മളെ കൊട്ടാരത്തിന് അതൊരു കൗതുകമാണല്ലോ, ഒരു കേളിയല്ലേ. അതുകൊണ്ട് നമുക്കൊന്ന് പോയി നോക്കാം. ഭർത്താവിനെ പ്രലോഭിപ്പിച്ചുകൊണ്ട് സലീഹയും അതാ ചന്തയിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ പൊരിഞ്ഞ ലേലം വിളി നടന്നുകൊണ്ടിരിക്കെ ഏതോ ഒരു വിദഗ്ധൻ പറഞ്ഞു, ഇനി ലേലം വിളി നിർത്തുകയാണ്. കാരണം ആരും ഉറപ്പിക്കാൻ പറ്റുന്നില്ല, കൂട്ടി വിളിക്കാൻ. അതുകൊണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് യൂസുഫിനെ ഒരു തുലാസിന്റെ ഒരു തട്ടിൽ നിർത്തും, മറ്റേ തട്ടിൽ വിലപിടിപ്പുള്ള മുത്തുകളും രത്നങ്ങളും കൊണ്ടിട്ട് നിറച്ച് ആർക്കാണോ തൂക്കമൊപ്പിക്കാൻ കഴിയുക അവർക്കാണ് കൊടുക്കുക. അള്ളാന്റെ പണി നോക്കണം നിങ്ങൾ. ഒരു ഭാഗത്ത് ഇക്കാക്കമാര് 20 ചില്ലിക്കാശിന് വിറ്റത് അത് ഈജിപ്തിൽ അള്ളാഹു കൊണ്ടുപോയിട്ട് വിൽക്കുന്ന രീതിയാണ്. അങ്ങനെ പണ്ഡിതന്മാര് പറയുന്നു. പല കൊമ്പന്മാരും രംഗത്ത് വന്നു. ആ കൂട്ടത്തിൽ അസീസ് എന്ന് പറയുന്ന മന്ത്രി ഖിത്ഫീർ, അദ്ദേഹം അതാ രത്നങ്ങളുടെയും കോമേതകങ്ങളുടെയും ആയിരക്കണക്കായ എണ്ണം തുലാസിലിട്ട് ഇട്ട് ഇങ്ങനെ നടക്കുകയാണ്. പക്ഷേ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ തൂക്കം എത്തുന്നില്ല. ഇതെല്ലാം ഒന്നിങ്ങനെ നിറഞ്ഞു നിന്നപ്പോൾ ഈ മാലിക് പറഞ്ഞു അത്രേ, ഇനി മതി, എനിക്കിത്രയും മതി, ഞാൻ ഈ അടിമയെ ഇതാ ഇവിടത്തെ മന്ത്രിക്ക് വിൽക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിയെ അതാ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൈപിടിച്ച് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഇതിനെ സംബന്ധിച്ച് അല്ലാഹു തആല പറയുന്നു, ഈ അടിമയെ മന്ത്രി വാങ്ങിയതിനു ശേഷം വഖാലല്ലദി ഇസ്തറാഹു മിൻ മിസ്റ ലിംറഅതിഹി അക്രിമി മസ്വാഹു അസാ അൻ യൻഫഅനാ ഔ നത്തഖിദഹു വലദാ. വഖാലല്ലദി ഇസ്തറാഹു മിൻ മിസ്റ, ഈജിപ്തിൽ നിന്ന് ഈ യൂസുഫ് അലൈഹി സ്വലാമിനെ വില കൊടുത്ത് വാങ്ങിയ ആൾ അഥവാ അവിടുത്തെ ഖിത്ഫീർ എന്ന മന്ത്രി പറഞ്ഞു ലിംറഅതി, തന്റെ ഭാര്യയായ സലീഹയോട്, അക്രിമി മസ്വാ, ഈ കുട്ടിക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ നീ വളരെ ആദരണീയമായ രീതിയിലും രാജകീയമായ ശൈലിയിലും ഒരുക്കി കൊടുക്കണം. ഈ കുട്ടി ഒരുപക്ഷെ നമുക്ക് ഉപകാരപ്പെട്ടേക്കും. അതല്ലെങ്കിൽ നമുക്കൊരു പോറ്റുപുത്രനായി ഇവനെ സ്വീകരിക്കാലോ. ഇതൊരു അഭിമാനം തന്നെയാണ്. നീ പറഞ്ഞതാണ് ശരി, അതുകൊണ്ട് എല്ലാ സൗകര്യവും നീ ഇവന് വേണ്ടി ചെയ്തു കൊടുക്കണം എന്ന് തന്റെ ഭാര്യയോട് നിർദ്ദേശിക്കുകയാണ്. പറഞ്ഞതനുസരിച്ച് കൊട്ടാരത്തിൽ വമ്പിച്ച സൗകര്യങ്ങൾ ഒരുക്കി. എന്നിട്ട് അല്ലാഹു പറയുന്നു, വകദാലിക മക്കന്നാ ലിയൂസുഫ ഫിൽ അർളി വലിനുഅല്ലിമഹു മിൻ തഅ്വീലിൽ ഹദീസ്. ഇപ്രകാരം ഈജിപ്ത് പട്ടണത്തിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന് സർവ്വ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുത്തു. അസൂയാലുക്കൾ കിണറ്റിലേക്ക് എറിഞ്ഞ് താൽക്കാലികമായി ചെറിയ വിഷമം അനുഭവിച്ചെങ്കിലും ഈജിപ്തിലെത്തിയതോടുകൂടി ഒരിക്കലും തന്റെ വീട്ടിൽ കിട്ടാത്ത, തന്റെ നാട്ടിൽ ലഭിക്കാത്ത സ്വീകാര്യതയും അതുപോലെ തന്നെ സൗകര്യങ്ങളുമെല്ലാം ലഭിച്ചുകൊണ്ട് വളരെ സൗകര്യത്തോടെയാണ് അവിടെ താമസിക്കുന്നത്. ഈ സൗകര്യത്തോടൊപ്പം ഒന്നുകൂടി നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ട്, വലിനുഅല്ലിമഹു മിൻ തഅ്വീലിൽ ഹദീസ്, സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം ഈ കുട്ടിയെ പഠിപ്പിക്കണമെന്നതും നമ്മൾ ആഗ്രഹിച്ചതാണ്. വല്ലാഹു ഗാലിബുൻ അലാ അംരിഹി, അല്ലാഹു ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം നടപ്പിൽ വരുത്താൻ അതിനെ എതിർക്കുന്നവരെയൊക്കെ തോൽപ്പിച്ച് അല്ലാഹുക്ക് മുന്നേറാൻ കഴിയുന്നവനാണ്. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, പക്ഷേ അധിക ആളുകൾക്കും അറിവില്ലാത്തവരാണ്. ഇത് മക്കക്കാരെ സൂചിപ്പിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാണ്, നിങ്ങൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നബിയാക്കി എന്ന് പറഞ്ഞപ്പം നിങ്ങൾക്ക് അസൂയ. ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുമ്പോൾ എന്തിനാ മുഹമ്മദിനെ നബിയാക്കുന്നത്? നിങ്ങൾ അസൂയ വെച്ചിട്ട് കാര്യമില്ല. ഞാൻ ഒരാളെ ഒന്നിന് തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ആരെതിർത്താലും അവരെയൊക്കെ പരാജയപ്പെടുത്തി എന്റെ തീരുമാനമായിരിക്കും നടപ്പിൽ വരിക. അതെല്ലാവർക്കും ബോധ്യപ്പെടാൻ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ നിങ്ങൾക്ക് പാഠമുണ്ട് എന്നുകൂടി ഇവിടെ അല്ലാഹു തആല സൂചിപ്പിക്കുകയാണ്. അങ്ങനെ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ കൊട്ടാരത്തിൽ വളരെ സന്തോഷത്തോടുകൂടി കഴിയുകയാണ്. എല്ലാ സജ്ജീകരണങ്ങളും സൗകര്യങ്ങളുമുള്ള ഈ കൊട്ടാരം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന് വളരെ ഇഷ്ടപ്പെടുകയും അവിടെ സന്തോഷത്തോടെ താമസിച്ചു വരികയും ചെയ്യുന്നു. യൂസുഫ് വളരുകയാണ്, തന്റെ യൗവനത്തിലേക്ക് പ്രവേശിക്കുന്നു. അതോടുകൂടി ഒരു കുട്ടി എന്ന ഭാവത്തിൽ നിന്നും സലീഹക്ക് ഈ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് മറ്റു ചില താല്പര്യങ്ങൾ അവരെ മനസ്സിൽ മുട്ടിട്ടു തുടങ്ങി.
സലീഹ മഹാനായ യൂസുഫ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സൗന്ദര്യം കണ്ട് അവളെ മനസ്സിലേക്ക് ഓടി വരുന്നു. അല്ല അല്ല, ഞാൻ പണ്ട് മൊറോക്കോയിൽ എന്റെ പിതാവിന്റെ കൊട്ടാരത്തിൽ താമസിക്കുന്ന കാലത്ത് കണ്ട സ്വപ്നത്തിലെ ആ സുന്ദരൻ അതു തന്നെയല്ലേ ഇത്? അവരെ മനസ്സിലേക്ക് ആ സ്വപ്നത്തിന്റെ കഥ കടന്നു വരുന്നു. അവർക്ക് ബോധ്യമായി, അതെ, ഞാൻ അന്ന് സ്വപ്നത്തിൽ കണ്ട അതേ മനുഷ്യനാണിത്, ഞാൻ സ്വപ്നം കണ്ടത് ശരിയാണ്. ഏതായിരുന്നാലും ഈ ചെറുപ്പക്കാരൻ എൻ്റെ വീട്ടിലാണ്, ഇവനെ ഉപയോഗപ്പെടുത്തണം എന്ന് ചിന്തിച്ചുകൊണ്ട് അവർ അവരുടെ മനസ്സിലതാ വല്ലാത്ത താല്പര്യം പ്രകടിപ്പിക്കുകയാണ്. ആ താല്പര്യം അപകടകരമായ രീതിയിലേക്ക് വളരുകയാണ്. ഏത് നിമിഷവും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ കൊട്ടാരത്തിലെ അടിമയാണെങ്കിലും ഈ അടിമയെ വന്ന് ഇങ്ങനെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയാണ്. യൂസുഫ് അലൈഹി സ്വലാമിന്റെ മനസ്സിൽ പേടി തോന്നുന്നു. എന്താണ് ഒരു സ്ത്രീ എന്നെ വല്ലാതെ നോക്കുന്നത്? ആ നോട്ടം മഹാനവറുകൾക്ക് പേടിയായി. ഈ സ്ത്രീയുടെ നോട്ടം പിന്നീട് പലതരത്തിലുള്ള വാക്കുകളും ദ്വയാർത്ഥമുള്ള പ്രയോഗങ്ങളുമായി മാറി. യൂസുഫ് അലൈഹി സ്വലാമിന്റെ മനസ്സിൽ ഇരുട്ട് കൂടി വരികയാണ്. പടച്ചവനെ, എന്താണ് സംഭവിക്കാൻ പോകുക? അങ്ങനെ അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വറാവദതുഹു അല്ലതി ഹുവ ഫീ ബൈതിഹാ അൻ നഫ്സിഹി. വറാവദതുഹു, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പ്രേമമുണ്ടാകുന്നു, സ്നേഹം തോന്നുന്നു. ഭൗതികമായ സ്നേഹത്തെയാണ് ഈ പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആർക്കാണ് സ്നേഹം? അല്ലത്തി, ഒരു പെണ്ണിന്. ഹുവ, ഈ യൂസുഫ് അലൈഹിസ്സലാം, ഫീ ബൈതിഹാ, അവളെ വീട്ടിലാണ്. അപകടത്തിന് എത്രമാത്രം അനുകൂല സാഹചര്യമാണ്. ഇതാണ് അള്ളാഹു ഈ പ്രയോഗത്തിലൂടെ സൂചിപ്പിക്കുന്നത്. ചെറുപ്പക്കാരൻ ഉള്ളത് പെണ്ണിന്റെ വീട്ടിൽ, ആ പെണ്ണ് ചെറുപ്പക്കാരനോട് ഭൗതികമായ സ്നേഹം പ്രകടിപ്പിക്കാൻ തുടങ്ങി. അത് അപകടകരമാണല്ലോ. ആ അപകടകരമായ സ്നേഹം അതാ ഈ പെൺകുട്ടിയെ വഴിവിട്ട ചിലതിന് പ്രേരിപ്പിക്കുകയാണ്. അവർ അതാ മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഒരിക്കൽ സമീപിച്ചുകൊണ്ട് സ്നേഹത്തോടെ യൂസുഫിനെ വർണ്ണിച്ചുകൊണ്ട് പറയുകയാണ്, യാ യൂസുഫു മാ അഹ്സന ശഅറുക. ഓ യൂസുഫേ, താങ്കളെ മുടിക്കെന്തൊരു സൗന്ദര്യമാണ്. യൂസുഫ് അലൈഹി സ്വലാമിനെ വശീകരിക്കാൻ വേണ്ടി മുഖത്ത് നോക്കി പുകഴ്ത്തുകയാണ്. യൂസുഫ് നബി സ്വലാം ഈ വർണ്ണനക്ക് പ്രതികരിച്ചത് എങ്ങനെയാണ്? ഒരു മനുഷ്യനങ്ങ് മരണപ്പെട്ടു പോയാൽ ആദ്യമായി അവന്റെ ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോകുന്നത്, കൊഴിഞ്ഞു വീഴുന്നത് അവന്റെ മുടിയായിരിക്കും. അങ്ങനത്തെ മുടിയല്ലേ ഇത് എന്ന് ചോദിച്ചുകൊണ്ട് ഖബറിനെ കുറിച്ച് ചിന്തിപ്പിച്ചുകൊണ്ടാണ് മഹാനവറുകൾ അതിനോട് പ്രതികരിച്ചത്. രണ്ടാമത് സലീഹ ചോദിച്ചു, മാ അഹ്സന ഐനൈ, നിങ്ങളെ കണ്ണുകൾക്ക് എന്തൊരു സൗന്ദര്യമാണ്, എന്തൊരു തിളക്കമാണ് ആ കണ്ണിന്. ആ കണ്ണ് വല്ലാത്ത ആകർഷണീയമാണല്ലോ എന്ന് പറഞ്ഞ് പുകഴ്ത്താൻ ശ്രമിച്ചപ്പോൾ യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു, ഹുവ അവ്വലു മാ യസീലു അലാ ഖബ്ബി ഫീ ഖബ്രി. ഒരു മനുഷ്യനെ അവന്റെ ഖബറിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആദ്യമായി പൊട്ടിയിട്ട് മുഖത്തുകൂടെ ഒലിച്ചു വരുന്ന സാധനം അതാണ് കണ്ണ്. ആ കണ്ണിനെ നീ എന്തിനു ശ്രദ്ധിക്കണം? ഈ ശൈലിയിലാണ് മഹാന്റെ പ്രതികരണം. വീണ്ടും പെണ്ണ് പറയുന്നു, മാ അഹ്സന വജ്ഹുക, ഈ മുഖത്തിന് എന്തൊരു സൗരഭ്യമാണ്, എന്തൊരു സൗന്ദര്യമാണ്. അദ്ദേഹം ഉടനെ തന്നെ പ്രതികരിച്ചു, ഹുവ ലിത്തുറാബി യഅ്കുലുഹു, ഈ മുഖമാണ് മണ്ണിൽ കൊണ്ടുപോയി വെച്ചാൽ മണ്ണ് തിന്നു കളയുന്ന മുഖമല്ലേ, അതിന്റെ സൗന്ദര്യം എന്തു പറയാനാണ്? അങ്ങനെ പറഞ്ഞു പറഞ്ഞ് അവളുടെ ഒരു കുതന്ത്രവും നടക്കുന്നില്ല എന്ന് തോന്നിയപ്പോൾ തൽക്കാലം അവൾ പിന്മാറി. തന്റെ തോഴിയോട് സ്വകാര്യമായി വിഷയങ്ങളൊക്കെ സംസാരിക്കും. അങ്ങനെ രണ്ടുപേരും കൂടി ഒരു തന്ത്രം മെനഞ്ഞു. ഇതൊക്കെ ഈ യൂസുഫിന് ഒരു പക്ഷേ അവന്റെ ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസമായിരിക്കും നമ്മളെ ഈ ക്ഷണം സ്വീകരിക്കാൻ വിമുഖത കാണിക്കാനുള്ള കാരണം. അതല്ലെങ്കിൽ തനിക്ക് അഭയം നൽകിയ അസീസ് മന്ത്രിയോടുള്ള ആദരവായിരിക്കും. അതിനൊന്നും വകുപ്പില്ലാത്ത രീതിയിൽ ദൈവത്തിന്റെ ശ്രദ്ധയിൽപ്പെടാത്ത, അതല്ലെങ്കിൽ നമ്മുടെ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരു സാഹചര്യത്തിലാണെങ്കിൽ യൂസുഫ് ഇതിനൊക്കെ വഴങ്ങിത്തരും എന്ന് പറഞ്ഞുകൊണ്ടതാ ഇവര് തന്റെ ഭർത്താവിനെ സമീപിച്ച് അമിതമായ സ്നേഹപ്രകടനമൊക്കെ കാണിച്ച് സലീഹ തന്റെ ഭർത്താവിനോട് പറയുന്നു, നമുക്ക് ഈ കൊട്ടാരം ഇത് പോരാ, നമുക്ക് ഇടക്കൊന്ന് മാറി താമസിക്കാൻ
ആളുകളൊക്കെ ഒഴിഞ്ഞ സ്ഥലത്ത് ഒരു നല്ല കൊട്ടാരം ഉണ്ടാക്കണം. ആ സ്നേഹവായ്പകളോടുള്ള സംസാരം കേട്ടപ്പം അതിൽ വീണുപോയ ഇത്ഫീർ എന്ന അസീസ് മന്ത്രി അദ്ദേഹം പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാതെ ഉണ്ടാക്കി കളയാം. വിദഗ്ധരായ എഞ്ചിനീയർമാരെ കൊണ്ടുവന്ന് ഒരു വമ്പിച്ച കൊട്ടാരത്തിന്റെ പണി നടക്കുന്നു. കൊട്ടാരത്തിന് 7 റൂമുകൾ ഉള്ളിന്റെ ഉള്ളിലേക്ക് വരിവരിയായി 7 റൂമുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഓരോ റൂമും വളരെ സൗന്ദര്യവൽക്കരിച്ചുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും സജ്ജീകരിച്ച റൂമുകളാണ്. ഈ റൂമുകളൊക്കെ തയ്യാറാക്കി അതിന് പേരിട്ടു ബൈത്തു സുറൂർ. ബൈത്തു സുറൂർ എന്ന പേരിട്ട വലിയൊരു കൊട്ടാരം നിർമ്മിച്ചു. ആ കൊട്ടാരത്തിലാണ് അസീസ് മന്ത്രിയും തന്റെ ഭാര്യയായ സലീഹയും വിശ്രമ ജീവിതം നയിക്കാറുള്ളത്. തന്റെ അടിമയായ യൂസുഫിനെയും ആ കൊട്ടാരത്തിലേക്ക് ഒരിക്കൽ കൂട്ടിക്കൊണ്ടുപോയി. നീ ഒന്ന് വരണമെന്ന് പറഞ്ഞ് ക്ഷണിച്ചതാണ്. യൂസുഫ് അലൈഹിസ്സലാമിന് പേടിയുണ്ട്. ഏതായിരുന്നാലും വീട്ടിലേക്ക് യജമാനത്ത് വിളിച്ചാൽ പോകാതിരിക്കുന്നത് തെറ്റാണ്. ആ നിലക്ക് ആ കൊട്ടാരത്തിലേക്ക് ചെന്നു. സലീഹ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന് ആദ്യം കൊട്ടാരത്തിന്റെ സൗന്ദര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. ഒന്നാമത്തെ റൂമിൽ കയറ്റി അതൊക്കെ പരിചയപ്പെടുത്തി. രണ്ടാമത്തെ റൂമിലേക്കും കയറ്റി. എന്നിട്ട് ആദ്യം കയറിയ റൂമിന്റെ വാതിലിനങ്ങ് കുറ്റിയിട്ടു. ഉടനെ തന്നെ ആ രണ്ടാമത്തെ റൂമും സൗകര്യമൊക്കെ കാണിച്ചു കൊടുത്തു. മൂന്നാമത്തെ റൂമിലേക്ക് കടന്നു. മൂന്നാമത്തെ റൂമിൽ കടന്നപ്പോൾ രണ്ടാമത്തെ റൂമിന്റെ വാതിൽ പൂട്ടിക്കളഞ്ഞു. ഇങ്ങനെ വാതിലുകൾ ഓരോന്നും കടന്നു, ഓരോ റൂമുകളും പൂട്ടി. അവസാനം വല്ലാത്ത സൗന്ദര്യവൽക്കരണം നടത്തിയ, സർവ സൗരഭ്യങ്ങളും പൂശിയ, സൗന്ദര്യങ്ങളൊക്കെ തയ്യാറാക്കി വെച്ച ഒരു റൂമിലേക്കെത്തി. അത് 7-ാം നമ്പർ റൂമാണ്. ആ റൂമിലെത്തിയതിന് ശേഷം ഇതാ ഈ പെണ്ണ് മഹാനായ യൂസുഫ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വശീകരിക്കാൻ വേണ്ടി പലതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മഹാനവറുകളതാ ഏത് രീതിയിൽ പ്രതികരിച്ചു, എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായി എന്ന് അല്ലാഹു തആല പറയുന്നു. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീരം മോഹിച്ചത് ആ പെണ്ണ് അവളെ വീട്ടിൽ താമസിക്കുന്ന യൂസുഫ് നബിയെയാണ്. അങ്ങനെ കൊല്ലക്കത്തിൽ അബുവാബ്, വാതിലുകളെല്ലാം അവൾ കൊട്ടിയടച്ചു. അതാണ് നേരത്തെ പറഞ്ഞ 7 റൂമുകളുടെയും വാതിലുകൾ അടച്ചു കളഞ്ഞു. റൂമിലെത്തിയതിനു ശേഷം അവൾ പറയുകയാണ്, ഓ യൂസുഫേ, നമ്മളിപ്പോൾ ഏറ്റവും അനുകൂലമായ സാഹചര്യത്തിലാണുള്ളത്. നീ കണ്ടോ, നിനക്കൊരു പേടിയാണ്. നിന്റെ റബ്ബ് കാണൂലേ? ഇതാ കണ്ടോ നമ്മളെ ദൈവം. ഈ ദൈവത്തിന്റെ മുഖത്ത് ഞാൻ ഇതാ ഒരു മൂടിയിട്ടിരിക്കുകയാണ്. റൂമിൽ സ്ഥാപിച്ച പ്രതിമയുടെ മുഖം ഒരു തുണി കൊണ്ട് മറച്ചു. എന്നിട്ട് പറയാണ്, ഇനി ദൈവം ഇത് കാണൂല, നീ പേടിക്കണ്ട. പിന്നെ എന്റെ ഭർത്താവിനെയല്ലേ നിനക്ക് പേടി? 7 റൂമുകൾ ഇതിന്റെ അപ്പുറത്ത് പൂട്ടിയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ ഭർത്താവ് കാണാൻ ഇനി ഒരു സാധ്യതയും ഇല്ല. അതുകൊണ്ട് യൂസുഫേ വഖാലത്ത് ഹൈതലക്ക്, താങ്കളൊന്ന് ഇങ്ങോട്ട് വരൂ. സ്നേഹത്തോടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, സഹോദരന്മാരെ, ഏതൊരു മനുഷ്യനും പതറിപ്പോകുന്ന സമയം അല്ലാഹു അത്തരത്തിലുള്ള ദുരിതങ്ങളിൽ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ രീതിയിലുള്ള ഒരു സാഹചര്യത്തിൽ അതാ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എന്താണ് പ്രതികരിക്കുന്നത്? ഖാല മഅദല്ലാഹ്. ഒന്നാമതായി പറയുന്നു, അല്ലാഹുവിൽ അഭയം. നിന്റെ ഈ ദൈവത്തിലല്ല എന്റെ പേടി. ഈ ദൈവത്തിന്റെ മുഖത്ത് നീ മൂടിയിട്ട തുണി അങ്ങ് നീക്കിയാൽ ഈ ദൈവം വല്ലതും കാണുമോ? അല്ലെങ്കിലും മൂടിയിട്ടാൽ കാണാത്ത ദൈവം ദൈവമാണോ? ആ ദൈവത്തിലല്ല ഞാൻ വിശ്വസിക്കുന്നത്. ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച പരിപാലിക്കുന്ന യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ, കണ്ണുകളുടെ കട്ടുനോട്ടങ്ങൾ മുതൽ ഹൃദയാന്തരങ്ങളിൽ ഒളിപ്പിച്ചു വെച്ച രഹസ്യങ്ങൾ വരെ സവിസ്തരമറിയുന്ന അല്ലാഹു, ആ അല്ലാഹുവിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് മഅദല്ലാഹ്, അല്ലാഹുവിൽ അഭയം എന്ന് ഓർമ്മപ്പെടുത്തി അല്ലാഹുവിനെ ചിന്തിച്ചുകൊണ്ട് പിന്മാറാൻ ശ്രമിക്കുന്നു. രണ്ടാമതായി പറയുന്നത്, ഇന്നഹു റബ്ബി അഹ്സന മസ്വായ്, എന്റെ യജമാനനായ താങ്കളുടെ ഭർത്താവ് ഖിത്ഫീർ എന്ന മന്ത്രി, അദ്ദേഹം ഇതാ എനിക്കെല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന വ്യക്തിത്വമാണ്.
ആ സൗകര്യങ്ങളൊക്കെ ഒരുക്കി തന്ന വ്യക്തിയുടെ ഭാര്യയെ കയറി പിടിച്ചുകൊണ്ട് അവരുമായി സംഗമിച്ചുകൊണ്ട് ഒരിക്കലും ഞാൻ അയാളെ വഞ്ചിക്കുകയില്ല. ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ. പാല് തന്ന കൈക്ക് കടിച്ചുകൊണ്ട് അക്രമം കാണിക്കുന്നവൻ ഒരു ഘട്ടത്തിലും വിജയിക്കില്ല. രണ്ട് രീതിയിലാണ് സലീഹയിൽ നിന്ന് പിന്മാറാൻ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ഇവിടെ അവരുടെ ശ്രദ്ധ ക്ഷണിച്ചത്. ഒന്നാമതായി ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു തെറ്റിനുള്ള എല്ലാ അനുകൂല സാഹചര്യവും യൂസുഫ് നബി സ്വല്ലല്ലാഹു വസ്സലാമിന്റെ ഈമാനിന്റെ കടുകട്ടിയാണ്. ആ ഈമാനിന്റെ ചെറിയൊരു പൊടിയെങ്കിലും അള്ളാഹു നമുക്കൊക്കെ തന്നിരുന്നെങ്കിൽ നമ്മളൊക്കെ നന്നായി പോകും. അള്ളാഹുവെ ഞങ്ങൾക്ക് നീ ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കുക, ഈ അനുകൂല സാഹചര്യങ്ങളൊക്കെ ഒന്നാമത് ഈ സ്ത്രീയുടെ വീട്ടിലാണ് ഇദ്ദേഹം താമസിക്കുന്നത്. അതുകൊണ്ട് ഏത് സമയത്തും അനുകൂലമായ സാഹചര്യം ഏതാണെന്ന് തെരഞ്ഞെടുക്കാൻ രണ്ടുപേർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. രണ്ടാമത് 7 വാതിലും കൊട്ടിയടച്ചിരിക്കുകയാണ്, ഒന്നും ഭയപ്പെടാനില്ല. മൂന്നാമത് സ്ത്രീ ഇവിടെ ബലാത്കാരം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയല്ലോ. യൂസുഫ് നബി അലൈഹിസ്സലാം